മതി മതി ക്ലോസ് ക്ലോസ് എടുക്കും. ഇല്ല ഇല്ല മതി മതി ചേച്ചി കുറച്ച് എഴുതി എടുക്കും മതി. അപ്പൊ ഇവന്റെ നമ്പർ കാണുന്നുണ്ട് സബ്സ്റ്റായിട്ടും ഇല്ല തന്നെ നീ കാണുന്നുണ്ട് ഇല്ല കാണില്ല. ഹലോ ഫ്രണ്ട്സ്, ടേസ്റ്റ് ആൻഡ് ഗാർഡൻസ് ഫൺവേളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. അത് ഒരു ഗെയിം ആയിട്ടാണ്. ഇങ്ങനെ ഗെയിം ഒന്നും പറയാൻ പറ്റില്ല, നമ്മുടെ ലൈഫിന് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ അമ്മമാരിങ്ങനെ കടയിലൊക്കെ പോയി സാധനങ്ങൾ വാങ്ങൂലേ, ഇങ്ങനെ നമുക്ക് 1 or 2 വീക്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ ഒരു ലിസ്റ്റാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കുട്ടി അപ്പൊ റെഡി ആണല്ലോ? റെഡിയാണ്, പക്ഷെ നമ്മൾ ഇതുവരെ എഴുതാത്തോണ്ട് അങ്ങനെ പ്രശ്നമുണ്ട്. ഉണ്ട്, സാരമില്ല, നമുക്ക് നോക്കാം. ഇതൊരു ഫണ്ണായിട്ട് വിചാരിച്ചാൽ മതി. ഓക്കെ, എന്തെങ്കിലും അറിയാമോ എഴുതാൻ? എഴുതും. ചേച്ചിയെക്കാളും ബെസ്റ്റ് ആയിട്ട് എഴുതുമോ? എഴുതും. നിനക്ക് അക്ഷരത്തെറ്റ് വരും, നീ വലുതായിട്ട് തള്ളണ്ട. ഓക്കെ ഓക്കെ ഓക്കെ, തുടങ്ങിക്കോ തുടങ്ങിക്കോ. പരസ്പരം നോക്കല്ലേ. ഓക്കെ, നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് എഴുതിയാൽ മതി. 1 or 2 ആഴ്ചക്ക് അത് ഒരു കണക്കിന് എഴുതണം. ഓക്കെ, ഒരു വർഷത്തേക്ക് വേണ്ട. അതിലെന്തോ നമുക്ക് വാങ്ങാൻ പറ്റും. വലിയ പരീക്ഷ എഴുതും പോലെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത്. വെക്കരെ ആര് നോക്കാം. ഓക്കെ, കഴിഞ്ഞല്ല? ആ, പെട്ടെന്ന് എഴുതിക്കോ. പിന്നെ ഇപ്പൊ തീരുവേ. മതി ഡോർജിങ്ങേ, മതി മക്കളെ, മതി മതി. എഴുതിയത് അത്രയും. അവള് നിന്നെക്കാളും കൂടുതൽ എഴുതാനാണ് നോക്കുന്നത്. അതില് കാര്യമില്ല, എത്ര കൂടുതൽ എഴുതിയെന്നല്ല, കുഴപ്പമില്ല. മതി മതി, ക്ലോസ് ക്ലോസ് എടുക്കും. ഇല്ല ഇല്ല മതി മതി. എടി ചേച്ചി കുറച്ച് തന്നെ എഴുതി എടുക്കും. മതി. അപ്പൊ ഇവരുടെ നമ്പർ കാണുന്നുണ്ട് സബ്സ്റ്റായിട്ടും ഇല്ല തന്നെ നീ കാണുന്നുണ്ട്. ഇല്ല കാണില്ല. എന്താന്ന് വെച്ചാ അമ്മ. ഓക്കെ ഓക്കെ ആണല്ലോ? ഓക്കെ, എടുക്ക എടുക്ക. ഓക്കെ, ഡോറിയുടേത് എത്ര എഴുതി? ഡോറി എവിടെ? ഓക്കെ, ഡോറി പിങ്ങിൻ്റെ അത് സാരല്ല, ഇങ്ങ എടുക്ക. ദിയ കുട്ടിയുടെ അത് എവിടെ? ഓക്കെ, അപ്പൊ ഇതാ ദിയ കുട്ടിയുടെ അത് ആദ്യം വായിക്കട്ടാ മമ്മി. ഉപ്പ് 1 പാക്കറ്റ്. ഓക്കെ, മുളക് 2 പാക്കറ്റ്. അതെന്താണ് ഉദ്ദേശിച്ചത്? മുളക് 2 പാക്കറ്റ്. ഓക്കെ, കുഴപ്പമില്ല. പഞ്ചസാര 1 kg, കുഴപ്പമില്ല. മഞ്ഞപ്പൊടി 2 പാക്കറ്റ്. 2 പാക്കറ്റ് വേണോ 2 ആഴ്ചത്തേക്ക്? ജീരകം 1 പാക്ക്. 1 പാക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 1 പാക്കിൽ എത്ര ഗ്രാമൊക്കെയാണ് ഉദ്ദേശിച്ചത്? 1 പാക്ക് എന്ന് പറയുമ്പോൾ എന്തോന്ന് ഉദ്ദേശിച്ചത്? അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് അതിലിത്ര ഗ്രാം എന്ന് വേണ്ടേ 1 പാക്ക്? ആ, അങ്ങനെ വേണം. എണ്ണ സൺഫ്ലവർ 1 ലിറ്റർ. പഴം 1 kg. തേങ്ങ 2. സവാള 250 ഗ്രാം. 250 ഗ്രാം മതി. സവാള വേറെ 250 ഗ്രാം മതി ദിയ കുട്ടിക്ക്. ഓക്കെ, ഇഞ്ചി 250 ഗ്രാം. ഓക്കെ, ഇത് ഇഞ്ചി 250. ഇഞ്ചി സവാള 250 ഗ്രാം, ഇഞ്ചി 250 ഗ്രാം. ഓക്കെ, അത് യൂസ് ചെയ്യും. ബട്ടർ
ബട്ടർ ഒരു ബോട്ടിൽ, അപ്പൊ ഒരു ബോട്ടിലല്ലേ കിട്ടണം, അതുകൊണ്ട് ഒരു ബോട്ടിൽ. ഡാൽഡ ഒരു പാക്കറ്റ്. നീ ഒന്നിന്റെ അളവ് എഴുതിയിട്ടില്ല, ഒരു പാക്കറ്റ് എന്നൊക്കെ കൂടുതൽ എഴുതിയിട്ടുള്ളൂ. അതിന്റെ അളവ് കറക്റ്റ് ആയിട്ട് വേണ്ടേ. പയർ 250, നൂഡിൽസ് 3 പാക്കറ്റ്. രണ്ടാഴ്ചത്തേക്ക് നമുക്ക് 3 പാക്കറ്റ് മതി, കൂടുതൽ യൂസ് ചെയ്യില്ല. ഒരു ഓക്കെ എഴുതി. ഇനി അടുത്ത് ഡോറയുള്ളത്. ഈ കുട്ടി ഓക്കെ, അവള് സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങുന്നോണ്ട് അവക്ക് അറിയാം കുറച്ചൊക്കെ. അടുത്ത് എവിടെ ഡോറി കിട്ടണ്ടേ. ഓക്കെ ഡോറയുള്ളത് അടുത്ത്. ഡോറിയുടേത് 1 kg പഞ്ചസാര. ഓക്കെ 1 kg നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 1 kg ഉപ്പ് വേണം ഡോറിക്ക്. 2 ആഴ്ചത്തേക്ക് 1 കിലോ ഉപ്പ്. എന്നിട്ട് അടുത്ത് 2 kg കുരുമുളക്. നീ 2 kg കുരുമുളക് എന്ത് ചെയ്യാൻ പോകുന്നു? നമ്മൾ 2 kg കുരുമുളക് 2 ആഴ്ച യൂസ് ചെയ്യും. എന്തിനൊക്കെ കുരുമുളക് യൂസ് ചെയ്യും? അങ്ങനെ ഡോറിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാല് വേറെ എല്ലാത്തിനെക്കാളും കുരുമുളകായിരിക്കും കഴിക്കാൻ തരുന്നത്. ഓക്കെ എന്നിട്ട് 2 ലിറ്റർ എണ്ണ. ഓക്കെ നമുക്ക് അത് ഫ്രൈ ചെയ്യാനൊക്കെ വേണം. എല്ലാത്തിനും ലിക്വിഡ. ഓക്കെ 1 kg അരി. അപ്പോൾ ഡോറിക്ക് 2 ആഴ്ചത്തേക്ക് 1 കിലോ അരിയും 2 കിലോ കുരുമുളകും ഒക്കെയാണ് അവർക്ക് ആവശ്യം. ഓക്കെ അരി വെറും 1 കിലോ മതി. അരി കഴിക്കത്തില്ല, കുരുമുളകാണ് കൂടുതലും കഴിക്കുന്നത്. എന്നിട്ട് 2 kg മുളക് 2 ആഴ്ചത്തേക്ക്. ഓക്കെ 2 കിലോ മുളക് അവൾ യൂസ് ചെയ്യും. എല്ലാം എരിയാണ് നമ്മുടെ ആൾക്ക്. എന്നിട്ട് 1 കിലോ തക്കാളി. തക്കാളി. ഓക്കെ 2 കിലോ ക്യാരറ്റ്. അതൊക്കെ ഇഷ്ടം പോലെ യൂസ് ആവും. അതൊക്കെ ഓക്കെ. 1 കിലോ ബട്ടർ ഇവിടെ തൊടത്തേ ഇല്ല. എന്നിട്ട് അവക്കുള്ള 1 കിലോ ബട്ടർ എഴുതിയിട്ടുണ്ട്. ഓക്കെ എന്നിട്ട് 2 കിലോ ജാം. 2 കിലോ ജാം. അരി വേറെ 1 കിലോ ആവുന്നുള്ളൂ. ബാക്കി 2 കിലോ കുരുമുളക്, 2 കിലോ ജാം, 1 കിലോ ബട്ടർ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട്. 2 kg. എന്നിട്ട് 1 kg പച്ചമുളക്. എല്ലാ എരിയിൽ തന്നെ 1 കിലോ പച്ചമുളക് ആവശ്യമുണ്ട്. എന്നിട്ട് കുക്കുംബർ. കുഴപ്പമില്ല, സ്പെല്ലിംഗ് നമുക്ക് വിഷയമില്ല. 2 കിലോ കുക്കുംബർ. അതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ സാലഡ് യൂസ് ആവും. അടുത്ത് 1 കിലോ ഗാർലിക്കാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ 1 kg ഗാർലിക്. അപ്പോൾ നോക്കിക്കോളണം. നമുക്ക് ആവശ്യമുള്ളത് 1 കിലോ അരി. നമുക്ക് ചോറ് കഴിക്കണേ വെറും 1 കിലോ അരി മതി. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1 കിലോ ഗാർലിക്ക്, 2 കിലോ കുരുമുളക്, 2 കിലോ ജാം ഒക്കെയാണ്. നമ്മൾ അതൊക്കെ 100 ഗ്രാം 200 ഗ്രാം ഒക്കെ അല്ലേ വാങ്ങുള്ളൂ. അതും കുറേ ദിവസം. വെരി ഗുഡ്. അടുത്ത 2 ലിറ്റർ എല്ലാം എൻ്റെ വാങ്ങിക്ക് എല്ലാം ചിക്ക് കറക്റ്റ്. ഓക്കെ അപ്പോൾ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത് ആര്? ദിയ ചേച്ചിയാണ്. എന്താണുള്ളത്? ദിയ ചേച്ചിയാണ് ഏകദേശം എല്ലാം അളവോടെ എഴുതി. അളവില്ല, എല്ലാം പാക്ക് എന്ന് എഴുതി. അളവില്ല. അടുത്ത പ്രാവശ്യം തീക്കുട്ടി അളവ് എഴുതണം. പാക്ക് എന്ന് എഴുതിയാൽ അത് 1 കിലോ പാക്ക് കാണും, 1/2 കിലോ പാക്ക് കാണും, അങ്ങനെയൊക്കെ കാണും. അപ്പൊ എത്രയാണെന്ന് മനസ്സിലാവണ്ടേ. എന്നാ ഞാൻ ജസ്റ്റ് ചോദിക്കട്ടാ, മുളക് എത്ര വേണം? 1 കിലോ വേണം. കിലോ അടുത്ത് ജീരകം 1 പാക്കറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ എത്ര വേണമായിരിക്കും? എന്നാലും പറ. കൂടുതലും ബാബ പാക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. അളവ് എഴുതും. ഇവക്ക് ഫണ്ണായത് കാരണം എല്ലാത്തിനും അവൾ എന്തോന്ന് എഴുതിയിട്ടുണ്ട്, അളവ് എഴുതിയിട്ടുണ്ട്. 2 kg 1 kg എല്ലാം അതിനപ്പുറം ഇല്ല അവർക്ക്. ഓക്കെ എന്തായാലും ദിയ കുട്ടിയാണ് അടിപൊളിയായിട്ട് എഴുതിയിട്ടുള്ളത്. പറയണ്ടേ എടി, ഒരു പാക്കറ്റിനകത്ത് എത്ര കാണും? ചെറിയ പാക്കറ്റിനകത്ത് 50 ഗ്രാം കാണും, 100 ഗ്രാം കാണും, 200 ഗ്രാം ഇരിക്കും. ബാവയുടെ വീട്ടിൽ മമ്മി വരില്ല. കുരുമുളകിന്റെ 2 കിലോ നീ കുരുമുളകോടെ വാങ്ങി വെച്ചിട്ട് ഇത്ര റൈസും ബാക്കി എല്ലാം കിലോ കണക്കിന് വെച്ചു. ചുമ്മാ പറഞ്ഞത്. ഓക്കെ അപ്പൊ വീഡിയോ
അതെന്റെ അപ്പോ ഇതാ. ഞാൻ പറയാം. ഉം. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ. പിന്നെ അവിടെ ഇനി ഉണ്ടില്ല പിണക്കക്കാരി പിണക്കക്കാരി ഈ ക്യാമറ ഓഫ് ചെയ്തതിനു ശേഷം നിനക്ക് കിട്ടും നന്നായിട്ട്. അതെല്ലാവർക്കും തുടങ്ങിയിട്ടുണ്ട്.